ഹലോ. അനുപമ. അതെ അതെ. ഓഡിഷൻ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഈ ഓഡിഷൻ എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ എവിടെയൊക്കെയോ പറഞ്ഞിട്ട് എനിക്ക് അതിനെ കുറിച്ച് നല്ല പണികൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇല്ല, ഓഡിഷന് ഞാനൊരു ഇന്റർവ്യൂവിന് ഇങ്ങനെ പറഞ്ഞു. ലൈക്ക് ഓഡിഷന് ചെന്നപ്പോ ഞാൻ നിവിൻ ചേട്ടനെ അവിടെ എക്സ്പെക്ട് ചെയ്യണില്ലായിരുന്നു. പക്ഷെ നിവിൻ ചേട്ടൻ വന്നു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആൾക്കാർ അതാക്കി നിവിൻ പോളിയെ കണ്ടിട്ട് മനസ്സിലായില്ല എന്നുള്ള ഒരു പാനലിലാക്കി ആ സാധനം. നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് എന്താ പറയാ, എന്നെ റാഗ് ചെയ്തു എന്ന് പറഞ്ഞു. റാഗ് ചെയ്തത് ഞാൻ കോമിക്കായിട്ട് പോസിറ്റീവ് വേയിൽ പറഞ്ഞു. ആൾക്കാർ അതിനെ നെഗറ്റീവ് ആക്കി എടുത്തു. നേരം സിനിമ കണ്ടില്ല എന്നുള്ള കാര്യം ഞാൻ ടീമിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അതും നെഗറ്റീവ് ആയിട്ട്, എല്ലാം നെഗറ്റീവ് ആയി പോയിക്കൊണ്ടിരിക്കുക. ലൈക്ക് പ്രേമം സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നോർമൽ ലൈഫിൽ, നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ അതിലെ കുറെ സിറ്റുവേഷൻസ് ആണെങ്കിലും ശരി, നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ചേട്ടന്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ ചുറ്റുപുറത്തുള്ള ആരുടെങ്കിലൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അതിൽ നടക്കുന്നത്. സോ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് കുറെ കാര്യങ്ങളൊക്കെ. പ്രണയം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഇല്ല. ഉണ്ടായിട്ടുണ്ട് എന്തായാലും. പ്രേം സിനിമയിൽ എന്താ പഠിക്കാനായിട്ടുള്ളത്, ഞാൻ ലൊക്കേഷൻ എന്താന്ന് പഠിച്ചു. ഒരു സെറ്റ് ഒരു പരിധി വരെ എങ്ങനെ നടന്നു പഠിച്ചു. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ആവാൻ പാടില്ല, എങ്ങനെയൊക്കെ ആവണമെന്ന് കുറച്ചൊക്കെ പഠിച്ചു. ഇതുപോലെ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ടെന്ന് ഇത്തിരി മനസ്സിലാക്കി. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നിവിൻ ചേട്ടൻ ആ ക്യാരക്ടർ നന്നായി ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പറഞ്ഞൊരു ഹൈപ്പാസ് സിനിമയ്ക്ക് കിട്ടില്ലായിരുന്നു. ബട്ട് നിവിൻ ചേട്ടനെ ആൾക്കാർക്ക് അറിയാൻ പണ്ട്. ഇപ്പൊ മലർ എന്ന ക്യാരക്ടറോ അല്ലെങ്കിൽ മേരി എന്ന ക്യാരക്ടറോ സെലിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പുതിയതായിട്ട് വന്ന ആൾക്കാരാണ്. അപ്പൊ അവര് ശ്രദ്ധിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ നിവിൻ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ഒരു ഹൈപ്പിൽ എത്തില്ലായിരുന്നു എന്നുള്ള ഉറപ്പാണ്. ഇപ്പൊ മിക്സർ, അതായത് മൊത്തത്തിലുള്ളൊരു മിക്സറാണ്. എന്നെ കാണാനല്ലേ 10ാം ക്ലാസ് എന്നോട് ഒരുപാട് പേര് പറയുന്നത്. എന്നെ നേരിട്ട് കണ്ട് എന്ത് സംസാരിക്കാൻ വന്ന ആൾക്കാരൊക്കെ എത്രയിലാണെന്നാണ് ചോദിക്കാറ്. ദാറ്റ് ഇസ് ട്രൂ. ഐ ഡോണ്ട് നോ വൈ ലൈക്ക് ദാറ്റ്. ഞാൻ ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്നപ്പോഴുള്ള ഫോട്ടോ നോക്കിയാലും ഇപ്പോഴത്തെ ഫോട്ടോയിൽ നോക്കിയാലും സൈസ് ഒന്ന് കൂടിയെന്നല്ലാതെ എന്റെ മുഖത്തായിട്ടൊന്നും ഒരു മാറ്റമില്ല. പ്രേമം സിനിമയിൽ നിന്ന് കിട്ടിയ മറക്കാനാവാത്ത എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നത് ഓഡിഷൻ ടൈമിലുള്ള എക്സ്പീരിയൻസ് ആണ്. എന്റെ ലൈഫിൽ ആദ്യത്തെ ഓഡിഷനാണ്. ലൈക്ക് ഓഡിഷൻ ആസ് എ ഹോൾ. ആൻഡ് ആ ഓഡിഷൻ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഓഡിഷന് പോണതും ക്യാമറയ്ക്ക് മുന്നിൽ എന്തെങ്കിലും ഡീൽ ചെയ്യണത്. സോ അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടായില്ല. മലര് ആൻഡ് ആലുവാപ്പുഴ ഉറപ്പായിട്ട് ഇഷ്ടമാണ്. പക്ഷെ എന്താ പറയാ, പേഴ്സണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ആലുവാപ്പുഴയാണ്. ആൻഡ് ആസ് എ ഹോൾ നോക്കുകയാണെങ്കിൽ മലരെയാണ് എനിക്ക് ഇഷ്ടം. വൺ ഓഫ് ദ ഫേവറേറ്റ് ആക്ടേഴ്സ് നിവിൻ പോളിയാണ്. അസൂയ തോന്നാതെ ഒരു ആവശ്യമില്ല. കാരണം എനിക്കും കുറച്ചൊക്കെ പ്രോജക്ട്സ് വന്നതാണ്. ഞാനൊക്കെ ഡിനൈ ചെയ്തിട്ടിരിക്കുന്ന ആളാണ്. സോ പിന്നെ സായി ചേച്ചി അറ്റൻഡ് ചെയ്തെന്നുള്ള കമ്മിറ്റ് ചെയ്തെന്നുള്ള കാര്യം മീഡിയയിലൂടെ പറയണതല്ല. സായി ചേച്ചി ഓപ്പണായിട്ട് റിവീൽ ചെയ്തിട്ടില്ലല്ലോ. സോ ഐ നോ ഹർ മോർ പേഴ്സണലി. അപ്പൊ എനിക്ക് കാര്യങ്ങൾ അറിയാം. പിന്നെ അസൂയ തോന്നേണ്ട കാര്യമൊന്നും ഇല്ലാതല്ലോ. ഒബ്വിയസ്ലി ഷി ഹാസ് ഡൺ എ ഗുഡ് ജോബിന്. സോ അത് വരും. എനിക്കും ഓഫേഴ്സ് വരുന്നുണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്യും. അത്രേ ഉള്ളൂ. പുതിയ കുറെ ഒരുവിധം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എന്താ പറയാ നിയർലി 10 ദിവസങ്ങൾ വന്നിരുന്നു. പക്ഷെ ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഐ ആം ജസ്റ്റ് വെയിറ്റിംഗ്. എല്ലാ പ്രോജക്റ്റും നല്ലതായിരുന്നു. പക്ഷെ ഫോർ മീ ടു ഡു ആസ് എ സെക്കൻഡ് മൂവി ഐ നീഡ് ടു തിങ്ക് എ ബിറ്റ് മോർ. അംബിഷൻ ലൈക്ക് എന്താ പറയാ, ടു ബി മൈ സെൽഫ്. ദാറ്റ് ഇസ് വാട്ട് ഐ വോണ്ട്. കാരണം നമുക്ക് ചുറ്റോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ച് വന്നാലും എനിക്ക് ഞാൻ തന്നെ ആവണം. ഞാൻ അനുഭവമാവണമാണ് എനിക്ക് താല്പര്യം. അതും പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു അതേപോലത്തെ അനുഭവം വന്നു. സോ ദാറ്റ് ഇസ് മൈ അംബിഷൻ ടു ബി വാട്ട് ഐ ആം. പേരൻസിനെ കുറിച്ച് പറയാനായിട്ട് അച്ഛൻ പരമേശ്വരൻ, അമ്മ സുനിത, അനിയൻ അക്ഷയ്. അനിയൻ ഇപ്പൊ 8th പഠിക്കുന്നു. അച്ഛൻ ഖത്തറിലാണ്. പിന്നെന്താ, വീട്ടില് ഒരു പട്ടിക്കുട്ടിയുണ്ട്, പിന്നെ ഒരു അണ്ണാൻകുട്ടിയുണ്ട്. ഞാൻ pre-KGs ചെയ്തത് ഒരു CKK എന്ന് പറഞ്ഞ ഒരു സ്കൂളിലാണ്. പിന്നെ 1 to 10 ഞാൻ പഠിച്ചത് ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളും. പിന്നെ +1 +2 പഠിച്ചത് നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇപ്പൊ ഞാൻ എന്റെ ഡിഗ്രി സെക്കൻഡ് ഇയർ CMS കോളേജ് കോട്ടയം ചെയ്യണം.
വിത്ത് ദ സൈ ലെറ്റ് മീ സേ എനിക്കിതുവരെ സിനിമ ഇറങ്ങിയ ശേഷം കോളേജിൽ പോകാൻ പറ്റിയിട്ടില്ല. ബട്ട് എനിക്കൊരു ചിലരുടെ ഇടയിൽ നിന്ന് എനിക്കൊരു ഇത്തിരി ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് മേ ബി ബിക്കോസ് എന്റെ കാര്യങ്ങളിൽ വന്ന മാറ്റമായിരിക്കാം. ഐ ഡോണ്ട് നോ. ലൈക്ക് ഐ ഡോണ്ട് വോണ്ട് ദാറ്റ് ടു ഹാപ്പൻ. ആക്ച്വലി എനിക്ക് കോളേജിൽ ചെന്നാൽ ഞാൻ അനുപമ, അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ ഞാൻ പൊന്നു. അതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. നോട്ട് മേരി ദ വൺ ഹു ആക്ടഡ് ഇൻ പ്രേമം. സോ എനിക്ക് പ്രോപ്പറായിട്ട് ഒരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല. എനിക്കിപ്പോ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ എന്താ പറയാ, പീപ്പിൾ എന്നെ ഇപ്പോ എന്താ പറയാ മേരി എന്ന രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. ഐ ജസ്റ്റ് വാണ്ട് ടു സേ മേരി ആൻഡ് അനുപമ ആർ ടു ഡിഫറെന്റ് പീപ്പിൾ, ഡു ഡിഫറെന്റ് തിങ്സ്. ഡോണ്ട് ജസ്റ്റ് കമ്പയർ ദാറ്റ്. ഐ എം ഹാപ്പി ടു ബി മേരി, ബട്ട് രണ്ടും രണ്ട് ആൾക്കാരാണെന്നുള്ള ഒരു തിരിച്ചറിവ് വേണം എല്ലാവർക്കും. Okay, Anupama, thank you very much. Okay, thank you very much.